അതുകൊണ്ട് പറഞ്ഞതാണ്, മക്കളെ നിങ്ങൾ 2-3 സാന്നിധ്യങ്ങളോടുണ്ട്. എന്തെങ്കിലും വിഷയങ്ങളോർത്ത് ഭാരപ്പെട്ടോ പ്രയാസപ്പെട്ടോ ആകുലപ്പെട്ടോ ഹൃദയം നിങ്ങൾ ആരും ഇവിടെ ഇരിക്കണ്ട. കാരണം വഴി അടഞ്ഞപ്പോൾ ഭാഷകാരൻ നമുക്കും പാടിയതുപോലെ ആടിയെ തുറന്നു, ജോർദാന് 2 പിളർന്നു, ചെങ്കടലിന് 2 പിളർന്നു. കർത്താവാണ് നമ്മുടെ നടുവിലുള്ളത്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എന്റെ മക്കൾ, കർത്താവിന്റെ മക്കൾ, അവകാശം. നമ്മൾ ഭാരപ്പെട്ട ദിവസം ഇന്ന് കർത്താവിന് ഇഷ്ടപ്പെടും. അത് വചനവിരുദ്ധമാണ്. നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ വചനത്തിലേക്ക് പോകുന്ന മുമ്പ് ഞാനത് സമയത്ത് പറയുന്ന അധിക പ്രസംഗമാണോ നടന്നില്ല, എങ്കിലും എനിക്ക് പറയാൻ പ്രേരിപ്പിക്കുന്നുണ്ട് പറയുന്നത്. രാവിലെ വളരെ അനുഗ്രഹീതം, ഞാനൊരു 10-15 മിനിറ്റ് അവസാന ഘട്ടത്തിലൂടെ വളരെ അനുഗ്രഹീതമായിട്ട് ദൈവവചന ഫിലിപ്പങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചു. നമ്മുടെ അകത്തേക്ക് ഇങ്ങനെ, പ്രത്യേകിച്ച് ഈ ചർച്ചിൽ ഞാൻ 10 വർഷം കൊണ്ട് അനേക ഭവനങ്ങൾ മാറി, പലപ്പോഴും ചർച്ചകൾ മാറി, ചർച്ചകൾ ചാടി പോയപ്പോൾ കർത്താവ് എന്നെ കൂടെ ഒരിടത്ത് ചർച്ച് പ്ലാന്റിങ്ങിലേക്ക് കർത്താവ് തിരിച്ചാകേണ്ട സ്വഭാവം. നന്നായിട്ട് ദൈവവചനം എനിക്ക് തോന്നുന്നു, ഞാനത് അഭിമാനത്തോടെ പറയുന്നു. പക്ഷെ ഇത്രയും നന്നായിട്ട് ദൈവവചനമാകുന്ന മായമില്ലാത്ത പാല് കിട്ടുന്ന സഭകൾ ചിലപ്പോൾ കുറവായി. ഞാനിപ്പം പറയാൻ കാരണം, കൈപ്പട്ടൂര് കഴിയുമ്പോൾ ഒരു വലിയ കയറ്റം എല്ലാവർക്കും അറിയാമല്ലേ. കൈപ്പട്ടൂരിൽ നിന്ന് നമ്മളെ തിരിയാൻ കുറച്ചു നേരം കയറ്റം. ആ കയറ്റം അങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ എന്റെ നല്ല തിരക്ക് റോഡ്, എന്റെ മുന്നിൽ ഒരു മിൽമയുടെ വണ്ടി ഏകദേശം 12 സമയത്ത് സ്ഥിരമായിട്ട് ഒരു മിൽമയുടെ ടാങ്കറാണ്. മിൽമ പാല് നിറച്ച് ടാങ്കർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. വളരെ ലോഡായതുകൊണ്ട് വളരെ ഭാരപ്പെട്ട വാഹനം കയറുകയാണ്. തൊട്ട് ബാക്കിൽ ഞാൻ ഒത്തിരി വണ്ടികളുണ്ട്, ഓവർടേക്ക് ചെയ്യാനും പറ്റുന്നില്ല. ആ കയറ്റം കയറി കഴിയുമ്പോൾ തട്ടുകടയാണ് ചായ കിട്ടും. അപ്പൊ അദ്ദേഹം പിന്നെയും സ്ലോ ചെയ്തു ആ സൈഡിലേക്ക് നോക്കി. അപ്പോഴേക്കും മഴയും പെയ്തു. ഞാനിങ്ങനെ നോക്കിയപ്പോഴേക്കും മനസ്സിലായി മിൽമയുടെ ടാങ്കിൽ 1000കണക്കിന് ലിറ്റർ പാലാണ്. മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ റെയിൻകോട്ട് മാറാനാണ്. അദ്ദേഹം വണ്ടിക്കാരും നിർത്തി ചായ കുടിക്കുന്ന കടയിൽ തട്ടുകട സ്ഥലമുണ്ട്. ഇറങ്ങി ഞാനും എന്റെ റെയിൻകോട്ടൊക്കെ ഇടുന്ന സമയത്ത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം ഡ്രൈവർ പാലും കൊണ്ടു, ക്ലീനർ ചായയും കുടിക്കുന്നു. 1000കണക്കിന് ലിറ്റർ പാല് നിറച്ച് ടാങ്കർ കൊണ്ടുവന്ന ആള് അരത്തറി പാല് പിടിച്ച് നോക്കി വെള്ളം പഞ്ചസാര അടിച്ച് കലക്കി പാല് കുടിക്കും. ഈ അവസ്ഥയിൽ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇപ്പൊ ദൈവാത്മവാദിച്ച് തോന്നി, ഇപ്പൊ ഒരു മിനിറ്റുകൾ എന്നൊരു സംഭവം നമ്മുടെ ഉള്ളിലേക്ക് ടെൻകണക്കിന് വചനമാകുന്ന മായമില്ലാത്ത ഈ സഭ എനിക്ക് വളരെ അഭിമാനത്തോടെ, ഞാനും സാറിന്റെയൊക്കെ ശിഷ്യനായിട്ട് സാറിന്റെ കൂടെയൊക്കെ കൂടാനൊക്കെ വളരെ അഭിമാനം. ഇത്രയും ദൈവവചനം മായമില്ലാതെ കിട്ടുന്ന സഭ കാണത്തില്ല. ഞാൻ ഒരുപാട് സഭ ചാടിയ വൃത്തം കിട്ടവനായതുകൊണ്ട് ഞാൻ YPC ചർച്ചകളോട് ഷാരോണിന്റെ അസിസ്റ്റന്റ് പാസ്റ്റർ വഴി കടന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇത്രയും നമ്മുടെ ഉള്ളിലെ വചനം നിറഞ്ഞിട്ട് ഇത്രയും നിറഞ്ഞിട്ട് ടാങ്കറുകാരൻ ചെയ്തതുപോലെ ഇത്രയും ടെൻകണക്കിന് പാലും കൊണ്ട് വന്നിട്ട് പുള്ളി വേറെ ചായക്കടയിൽ 1 ഗ്ലാസ് പാൽ. നമ്മൾ അങ്ങനെ ആയിരുന്നു. നമ്മുടെ ഉള്ളിൽ ദൈവം കേൾക്കുന്ന ദൈവവചനം അത് ഫലമുള്ളതാകുന്നത്. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പ്രകാശിക്കുന്നവരായ റോമർക്കരന്റെ 8:38 പറഞ്ഞു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ മാറ്റുവാൻ പറ്റാത്ത ദൈവസ്നേഹത്തിൽ നമ്മളായാൽ വചനം നമ്മുടെ ഉള്ളിൽ കയറണം. വെറുതെ നമ്മൾ കേൾക്കുന്നവരാകട്ടെ, ആ വചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ ഈ ലോകത്തോട് നമുക്ക് എതിർത്ത് നിൽക്കാം. പ്രശ്നങ്ങളോടും പ്രയാസങ്ങളോടുമല്ല വചനത്താൽ പ്രാർത്ഥനയാൽ എതിർത്ത് നിൽക്കാം. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ വളരെ അനുഗ്രഹീതമായി കേട്ട വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എനിക്കത് വളരെ കുറച്ച് സമയം എനിക്കത് പ്രയോജനപ്പെടും. നമുക്ക് പ്രയോജനപ്പെടണം. കോട്ടകളെ ഇടിക്കുന്ന ദൈവത്തിന്റെ വചനം. നമ്മൾ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ എനിക്കറിയുന്ന ഒത്തിരി ആൾക്കാർ കാല് മുറിക്കാൻ തീരുമാനിച്ച അനേകരുണ്ട്. എന്റെ കൂടെ ഒരു നമ്മുടെ ടീമിലൊരു സുവിശേഷനുണ്ട്. ഞങ്ങൾ ഈ കഴിഞ്ഞ മഴയത്തൊക്കെ നനഞ്ഞുകൊണ്ട് പരസ്യം നടത്തി. കൂടെ ഒരു നാള് മിലിറ്ററിക്കാരനാണ്. ഷുഗർ വന്ന് കാല് മുറിക്കുവാൻ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കാല് മുറിക്കുവാൻ ഡേറ്റ് ഫിക്സ് ചെയ്ത ആളാണ്. പക്ഷെ ആ ദിവസങ്ങളിൽ ഒരു സുവിശേഷം അന്നേക്ക് ഹോസ്പിറ്റൽ മിനിസ്ട്രിന്റെ ഒരു സംഭവം കേട്ടിട്ടില്ലേ? ഹോസ്പിറ്റൽ മിനിസ്ട്രിക്കാർ ആലോചിച്ചിരുന്നു ട്രാക്ട് കൊടുത്ത് കത്തോലിക്കാരനായി അദ്ദേഹത്തിന് ഒരു സുവിശേഷം പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിക്കാൻ ഭവനത്തിലേക്ക് ഫയൽ ക്ഷണിച്ചു. താനുമുണ്ട് സുവിശേഷ വിരോധിയായി. ഈ ദൈവദാസ ഭവനത്തിൽ പോയിരുന്ന സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ പോയ പ്രാർത്ഥന വിളിക്കുന്ന ഒരു സഹോദരനെ പിറ്റേന്ന് കാലം വിളിക്കുന്നതാണ്. ഇന്ന് അദ്ദേഹം നമ്മളെക്കാൾ നല്ല സ്ട്രോങ് കാര്യമായിട്ട് പരസ്യത്തിൽ നിൽക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ വചനം നമുക്ക് ഭക്ഷിക്കാം, ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം
1-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ, 8-ാം വാക്യം വരെ വ്യക്തമായിട്ടുള്ള ശബ്ദം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെയാണ്. ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കുന്നു. അവൻ നിന്റെ വഴി ഒരുക്കും. കർത്താവിന്റെ വഴി ഒരുക്കുകയും അവന്റെ പാത നിരപ്പാക്കുകയെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചു സർവ്വജനങ്ങളുടെ മാനസാന്തര സ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവന്റെ അടുത്ത് യഹൂദ്യദേശമൊക്കെയും യെരൂശലേമിൽ എല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞു യോഹന്നാൻ നദിയിൽ ഭവനാസ്ഥാനം വരുന്നു. യോഹന്നാനും ഒട്ടകരോഗം കൊണ്ടുള്ളവരും അറയിൽ തോൽവാർന്ന് ധരിച്ചു വെട്ടുകിളിയും കാട്ടുതീർപ്പ് ഉപജീവിച്ചു. എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു. അവന് ചെവിയുടെ നോട് കുഞ്ഞിനെഴുപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കും, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവ് സ്നാനം കഴിപ്പിക്കും എന്ന് പ്രസംഗിച്ചു. ആമേൻ. കർത്താവിന്റെ തിരുവചനത്തിന് വായിച്ചത് 8 വാക്യങ്ങൾ. ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഞാൻ നിനക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ, അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളെ, ദൈവവചനത്തിന്റെ വിശദീകരണത്തിൽ ഞാൻ പറയട്ടെ, ഇന്നിവിടെ ഇരിക്കുന്നതും നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നതും ഹല്ലേലൂയ പെട്ടെന്നുണ്ടായ തീരുമാനങ്ങളല്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ, ഈ ഭൂമിയിൽ പ്രവാചകന്മാർ പ്രവചിച്ചു തുടങ്ങുന്നതിന് മുമ്പേ, മനുഷ്യന്റെ ഉത്പത്തിക്ക് മുമ്പേ, ദൈവത്തിന്റെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ കണ്ടിരുന്ന നമ്മ ഓരോരുത്തരും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തെ കുറിച്ച് ഇത് ആണ് തുടങ്ങിയത്. ഇത് 3 ഭാഗങ്ങളായി നമുക്ക് തിരിക്കാം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, 3 വരെയുള്ള വാക്യങ്ങൾ, 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ 3 ആയി തിരിക്കാം. അല്ല, ആദ്യം ദൂതന്റെ വാക്കുകൾ. ഒരു ദൈവദൂതനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ നമുക്ക് അറിയാവുന്ന കർത്താവ് തന്റെ ശിഷ്യന്മാരെ, തന്റെ പ്രവാചകന്മാരെ, തന്റെ ശുശ്രൂഷക്കാരെ ദൂതന്മാർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ നമുക്ക് കഴിയും. സുവിശേഷത്തിന്റെ ആരംഭം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഞാൻ എനിക്ക് മുമ്പായി തന്റെ ദൂതനെ അയക്കും. ആ ദൂതൻ കർത്താവായി മശിഹായുടെ വരവിനെ കുറിച്ചൊക്കെ പ്രവാചകന്മാരിലൂടെ കേട്ടുകൊണ്ടിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിനും യെശയ്യാ പ്രവാചകനും തന്റെ വാക്കുകൾക്കും വളരെ വില കൽപ്പിച്ചിരുന്ന ആ സമൂഹത്തോട് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതാണ്: തനിക്ക് മുമ്പായി ദൈവം തന്റെ ദൂതനെ അയക്കും. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിന്റെ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞതിന്റെ നിവർത്തീകരണം എന്നോണം കർത്താവിന്റെ വചനം, കർത്താവിന്റെ വചനത്തിലുള്ള സകല വാക്കുകളും നിവർത്തീകരിക്കപ്പെടും. അങ്ങനെ നിവർത്തി എന്നോണം യെശയ്യാ പ്രവചന പുസ്തകത്തിലെ നിവർത്തി എന്നോണം യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനത്തെ കുറിച്ച്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ എങ്ങനെയാണ് വിളിച്ചു പറഞ്ഞതെന്ന്. മത്തായിയുടെ 3-ാം അധ്യായത്തിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് വിളിച്ചു പറഞ്ഞ ശബ്ദം. യോഹന്നാൻ ഒട്ടകരോമം കൂടാതെ യോഹന്നാന്റെ വസ്ത്രങ്ങളെ കുറിച്ചെല്ലാം താഴെ പറഞ്ഞിട്ട് യാതൊരു ഭയവും കൂടാതെ എന്തിനാണോ ഒരു ദൗത്യമേൽപ്പിച്ച്, തന്റെ പിറവി എന്തിനാണ്, തന്റെ ജന്മം എന്തിനാണ്, തന്റെ ജീവിതം എന്തിനാണ് എന്ന് പൂർണ്ണമായി ബോധ്യമുള്ള യോഹന്നാൻ തന്റെ ജീവിതം എന്തിനാണെന്നും ബോധ്യമുള്ള ആൾ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാതെ, പ്രതികരണങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ, എതിർപ്പുകളെ കുറിച്ച് മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ ദൗത്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു: സർപ്പസന്തതികളെ, 7-ാം വാക്യം അവസാനം, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുവാൻ ഉപദേശിച്ചുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ മുന്നും പിന്നും നോക്കാതെ വിളിച്ചു പറയുന്നു യോഹന്നാന്റെ ശബ്ദം. അത് കഴിഞ്ഞ് നമുക്ക് കാണുവാൻ കഴിയുന്ന യോഹന്നാന്റെ പ്രവൃത്തിയാണ്.
ഈ ദൈവം ഏൽപ്പിച്ച വചനം, ദൈവം ഏൽപ്പിച്ച ദൗത്യം അനുസരിച്ച് നമ്മൾ പ്രസംഗിച്ചാൽ, കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം, കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിനായി നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ ലോകം നിശ്ചലം. അവിടെ നാം കണ്ടത് ഈ സമൂഹത്തില് പടയാളികളുണ്ട്. രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവും യഹൂദമതത്തിന്റെ എല്ലാമുള്ള സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ അവിടെ കാണുന്നത് സകലര്. അവിടെ നമ്മൾ എന്താണ് വായിച്ചത്? യഹൂദ ദേശമൊക്കെയും യെരൂശലേമ്യർ എല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റുപറയുകയും. ഇത് കാലസമ്പൂർണതയിൽ ദൈവത്തിന്റെ നിശ്ചയം സംഭവിക്കുക. രാഷ്ട്രീയപരമായി ആ ദേശം ദൈവം ഒരുക്കി. കർത്താവിന്റെ വരവിന് വഴി തെളിക്കുന്നതിന് തൊട്ട് മുമ്പ് രാഷ്ട്രീയപരമായി സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി ഒരുക്കി. വഴികളില്ലാതിരുന്ന ആ ദേശത്ത് റോമൻ ഭരണം വന്നപ്പോൾ എല്ലാ ദേശങ്ങളിലേക്കും വഴികളായി, യാത്രാ സൗകര്യങ്ങളെ, സാമൂഹ്യവും രാഷ്ട്രീയവും മതപരവുമായ എല്ലാ കാര്യങ്ങളെയും ഒരുക്കി. ഈ യോഹന്നാൻ ആരാണെന്ന് അറിയാം. യാസീൻ എന്ന് പറയുന്നൊരു, ഞാൻ യോഹന്നാനെ കുറിച്ച് പഠിച്ചപ്പോൾ ഓക്സ്ഫോർഡ് ബൈബിൾ അനുകാരിയായ ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്നതാണ്. ഈ യാസീൻ എന്ന് പറയുന്ന ഒരു വർഗമുണ്ടായിരുന്നു, യാസീൻ. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്ഷേത്രങ്ങളിൽ, യെരൂശലേം ദേവാലയത്തിലൊന്നും സഹകരിക്കാതെ യഹൂദ മതത്തിൽ നിന്ന് തന്നെ മരുഭൂമിയിൽ വസിക്കുന്ന ഒരു വർഗം. ഓക്സ്ഫോർഡ് ബൈബിൾ അനുകാരികൾ എഴുതുന്ന അതിനകത്ത് സത്യമാണ്. അതായത് പെട്ടെന്ന് മരുഭൂമിയിലേക്ക് ഒരാൾ ഓടിച്ചെന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയാം, സക്കരിയ പുരോഹിതന്റെ മകനായി, സക്കോരിയ പുരോഹിത പുത്രനായി വളരെ പ്രായം ചെന്ന കാലത്ത്, വളരെ വാർദ്ധക്യത്തിൽ ജനിച്ച മകൻ. മാതാപിതാക്കൾ വളരെ പ്രായം ചെന്നതുകൊണ്ട് ഈ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിന് ശേഷം വളരെ നേരത്തെ അത് മരിച്ചു. തന്റെ ദൗത്യം പൂർണ്ണമായി തന്നിൽ അധിഷ്ഠിതമായിരുന്ന ദൗത്യം അവനെ ഈ യാസീൻ എന്ന് പറയുന്നൊരു യസ്സീനുകൾ, അത് യഹൂദ മതത്തിൽ നിന്ന്, ക്ഷേത്ര ആചാരങ്ങളിൽ നിന്നും, യഹൂദ മത ആചാരങ്ങളിൽ നിന്നും, അന്നത്തെ ആ സമൂഹത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു കൂട്ടം. അതായത് യഹോവ വിശ്വാസത്തിൽ തന്നെയാണ്. ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തിന്റെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തിന്റെ ന്യായവിധിയിൽ വിശ്വസിക്കുന്നവർ, മശിഹ വരുമെന്ന് വിശ്വസിക്കുന്നവർ. പക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ, കർത്താവിന്റെ വരവിന് തൊട്ടു മുമ്പുള്ള ആ ഒരു കാലഘട്ടത്തിൽ, ഈ യഹൂദ മതത്തിന്റെ നിയമങ്ങളിൽ നിന്നും, പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നിയമങ്ങളിൽ നിന്നും, ക്ഷേത്ര ആചാരങ്ങളിൽ നിന്നും വിട്ട് മരുഭൂമിയിൽ വസിക്കുന്ന ഒരു താപസ കൂട്ടം. അവർ യോഹന്നാനെ എടുത്തു വളർത്തി എന്നൊക്കെയാണ് ശാസ്ത്രീയമായി തെളിയിക്കുന്ന രീതിയിലുള്ള ചരിത്രം പറയുന്നത്. അങ്ങനെ മരുഭൂമിയിൽ യെസ്സീൻ ഗോത്രക്കാർക്കൊപ്പം ന്യായപ്രമാണങ്ങളിൽ വിശ്വസിക്കുന്നു, കർത്താവിന്റെ വരവിൽ വിശ്വസിക്കുന്നു, മശിഹയിൽ വിശ്വസിക്കുന്നു, യഹോവയിൽ വിശ്വസിക്കുന്നു. എന്നാൽ ആചാരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് അവരുടെ കൂട്ടത്തിൽ വളർന്നു വന്ന്, പക്ഷെ അവർ ശുഭ്രവസ്ത്രധാരികളായിരുന്നു. അവരിൽ നിന്നും വേർപെട്ട് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് അവൻ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയും. ദൈവത്തിന്റെ മക്കളെ, യോഹന്നാനെ ഏൽപ്പിച്ചിരിക്കുന്നതിനേക്കാൾ വലിയ ദൗത്യം ഏറ്റെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം എടുക്കാവോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അന്ധകാരത്തിലായിരുന്ന, മലാഖിക്ക് ശേഷം 400 വർഷം അന്ധകാരമായിരുന്ന, പ്രവാചകന്മാരില്ലാതെ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് ദൈവത്തിന്റെ സത്യവെളിച്ചമായ യേശുക്രിസ്തുവിന്റെ വരവിന് വഴി ഒരുക്കുവാൻ വേണ്ടി, സത്യവെളിച്ചത്തിന് ഈ ലോകത്തിലേക്ക് വരുവാനായി വഴി ഒരുക്കുവാൻ വേണ്ടി മുന്നമേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാരാൽ അരുളി ചെയ്ത യോഹന്നാൻ സ്നാപകൻ സക്കരിയാവിന്റെ വാർദ്ധക്യത്തിലെ പുത്രനായി വന്ന് വെളിച്ചത്തിന് സാക്ഷ്യം പറയുകയാണ്. വെളിച്ചത്തിന് സാക്ഷ്യം പറയാമെന്ന് യോഹന്നാൻ ഇങ്ങനെയാണ് അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ വന്നു, 6-ാമത്തെ ദൈവം അയച്ചിട്ട് അവർ സാക്ഷ്യത്തിനായി താഴ്മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ. ആമേൻ. വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയാൻ, വെളിച്ചത്തിന് വഴിയൊരുക്കുവാൻ, കർത്താവിന്റെ വഴിയൊരുക്കുവാൻ മുന്നവേ പ്രവാചകന്മാർ പറഞ്ഞിരുന്ന അവൻ വന്ന് വെളിച്ചത്തിന് സാക്ഷ്യമാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം
അവിടെ എഴുതിയിരിക്കുന്നു, അവൻ വെളിച്ചം വെളിച്ചം ആയിരുന്നില്ല. ആയിരുന്നില്ല. അവള് സാക്ഷ്യം പറയുന്നത് കർത്താവ് വചനം, അവൻ വെളിച്ചത്തിന് സാക്ഷി. അവൻ വെളിച്ചം ആയിരുന്നില്ല. വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ കർത്താവായ യേശു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. കർത്താവായ യേശുവിന് വഴിയൊരുക്കുവാൻ വന്നവൻ, കർത്താവായ യേശുവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ. എന്നാൽ വഴിയും സത്യമായ യേശു കുറിച്ച് പറയുന്നു, ആ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നാൽ അവൻ വെളിച്ചമായിരുന്നില്ല. വെളിച്ചമാരാണ് കർത്താവായ യേശു. എന്നാൽ മത്തായിയുടെ സുവിശേഷം 5:14 വായിച്ചു. എടുക്കണ്ടേ സമയങ്ങൾ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും ഭാഗ്യവാനെന്ന് പറഞ്ഞ യോഹന്നാനേക്കാൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാർ കർത്താവിന്റെ വഴി തെളിക്കുമെന്ന് പറഞ്ഞ ദൂതനായിരുന്ന യോഹന്നാനേക്കാൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ജലത്തിൽ സ്നാനപ്പെടുത്തിയ യോഹന്നാനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുന്നു, അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് വഴി തെളിക്കാമെന്നവൻ. എന്നാൽ കർത്താവായ യേശുവിന്റെ ക്രൂശ് മരണത്തിൽ നമ്മുടെ പാപത്തിന് മോചനമുണ്ടെന്ന് വിശ്വസിച്ച്, കർത്താവായ യേശുവിൽ നമുക്ക് പാപമോചനമുണ്ടെന്ന് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിനെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ മക്കളായി കർത്താവിന്റെ കൂടെ ചേരുവാൻ സഭയായി ഒരുങ്ങിയ നമ്മളെ നോക്കിയിട്ട് കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. നമ്മളപ്പോൾ എത്രമാത്രം അധികമായി കർത്താവിന് വേണ്ടി വഴി തുറന്നു. ആലോചിച്ച്, നമുക്ക് വേണ്ടിയ ഭാഗ്യം. നമ്മൾ പാട്ട് പാടുമ്പോൾ പറയും, നമ്മൾ വഴി തുറക്കുന്നവർ, കർത്താവിന് വേണ്ടി വഴി തുറക്കും. നമ്മുടെ പല പാട്ടുകളും നമ്മളൊന്ന് ബാക്കിലെടുത്ത്, ഞാൻ കുറ്റം പറയില്ല, ഞാൻ ഉൾപ്പെടെ, നമ്മൾ പാട്ട് പാടുമ്പോൾ പറയും, കർത്താവിന് വേണ്ടി ഞാൻ ഒരു മെഴുകുതിരിയായി എരിഞ്ഞണങ്ങും, കർത്താവിന് വേണ്ടി ഞാൻ കത്തിത്തീരും, എന്റെ ജീവിതം കർത്താവിന് വേണ്ടി മാറ്റിവെക്കും, കർത്താവിന് വേണ്ടി ഞാൻ കത്തിച്ചൊരിക്കും, ഒന്ന് ക്ഷീണമില്ലാതെ ഓടും. പക്ഷേ നമ്മൾ പാടുന്നതല്ലാതെ എത്രമാത്രം ഒന്ന് ആലോചിച്ചു. യോഹന്നാൻ സ്ഥാപനം കിട്ടിയ ഈ മഹാഭാഗ്യത്തിനപ്പുറമായിട്ട് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. എത്രമാത്രം നമ്മൾ കർത്താവിന് വേണ്ടി വെളിച്ചമായി. ഇത്ര വലിയ സൗഭാഗ്യം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും ഭാഗ്യവാനെന്ന് യോഹന്നാനെ കർത്താവ് പറഞ്ഞു. പക്ഷെ നമ്മൾ ജനിച്ചത് സ്ത്രീകൾ, ലോകപ്രകാരം സ്ത്രീയിൽ നിന്നും പുരുഷനിലും ജനിച്ചു. പക്ഷെ പുതിയ നിയമ രക്തത്തിന്റെ ഉടമ്പടിയിൽ, പുതിയ നിയമത്തിൽ, പുതിയ സൃഷ്ടിയായി നമ്മൾ ജനിച്ചത് എങ്ങനെയാണ്? സ്ത്രീയിൽ നിന്നോ പുരുഷനുമല്ല, കർത്താവായ ക്രിസ്തുയേശുവിൽ പുതിയ സൃഷ്ടികളായി. ആ നമ്മൾ വെളിച്ചമായി തീരണം. നമ്മളൊക്കെ ഈ സമൂഹത്തിലേക്ക് ചെന്നാൽ എന്നെ ഈ വചനം ഒരുപാട് സ്വാധീനിച്ചു. ഞാനത് ഒത്തിരി ഈ ഭാഗം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിസ്സാര വിഷയങ്ങളെ കൊണ്ട് അന്ധകാരം ഉണ്ടാക്കാൻ ശ്രമിക്കും. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കി. വെളിച്ചം എന്ന് വെച്ചാൽ ക്രിസ്തുയേശുവാണ്. കർത്താവായ യേശു സത്യ വെളിച്ചം. ആ യേശു നമ്മളിൽ വസിക്കുന്നു എന്നുള്ള ഉറപ്പൊന്നറിയും. ഇരുളിന് നമ്മളെ പിടിച്ചടക്കുവാൻ കഴിയില്ല. നമ്മുടെ സ്വഭാവത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, പ്രവൃത്തികളിലൂടെ, ഇടപെടലുകളിലൂടെ ആ വെളിച്ചം നമ്മൾ പുറപ്പെടുവിക്കാൻ ശ്രമിച്ചാൽ, നമ്മുടെ പ്രസംഗത്തിലൂടെ എന്റെ 8-9 വർഷത്തെ അനുഭവം, ആയിരക്കണക്കിന് തെരുവുകളിൽ നിന്ന് നമ്മുടെ പ്രസംഗം കേട്ട് ദൈവം പ്രവർത്തിക്കും, പരിശുദ്ധാത്മ പ്രവർത്തിക്കും. നമ്മുടെ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോഴോ, നമ്മുടെ ബന്ധുക്കാരുടെ ഇടയിലായിരിക്കുമ്പോഴോ, സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മുടെ പ്രസംഗം കൊണ്ടോ, നമ്മുടെ വേഷവിധാനം കൊണ്ടോ, ആഭരണം ഇടുന്നവരും ഇടാത്തവരൊക്കെ അതുകൊണ്ടൊന്നും ആരും മാനസാന്തരപ്പെടത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു എന്നുള്ള വെളിച്ചമുണ്ടെന്നും നമ്മൾ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മളെ അതിനു മുമ്പേ കണ്ടു ക്രിസ്തുവിന് വഴി തെളിക്കുക. കാരണം ഈ തിങ്കളാഴ്ച ഞാനൊരു കത്തളവപ്പിന് എന്നെ വിളിച്ചായിരുന്നു. അവിടുത്തെ ഒരു BJP-ക്കാരന്റെ എന്റെ ഞങ്ങളൊന്ന് താമസം മാറി. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും മറ്റിടത്തേക്ക് താമസം മാറി. രാവിലെ 2 ദിവസം ഷിഫ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ഇലന്തൂർ കവലയില് ആർക്കും അത്ര ഇഷ്ടമില്ലാത്തൊരു ചെറുപ്പക്കാരൻ ഇത്തിരി മദ്യപിക്കുമായിരുന്നു, തല്ലുണ്ടാക്കുമായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ തല്ലും. അതിന് ഓട്ടോറിക്ഷയുമുണ്ട്, മിനിലോറിയുമുണ്ട്. റോഡിന്റെ ഒരു സൈഡിൽ മിനിലോറി ഇട്ടിട്ടുണ്ട്. ഓട്ടോസ് ഒരു ഇങ്ങനെ മാറി കുടിക്കും, വെച്ച് തല്ലിപ്പൊളിയാണ്. എല്ലാവരും ഉപദ്രവിക്കുന്നു, കള്ളു കുടിക്കും, വഴക്കും. ഇപ്പൊ റീസണ്ടായി, കുഞ്ഞുങ്ങളൊക്കെ ആയി, കുടുംബമൊക്കെ ആയി, മദ്യപാനമൊക്കെ നിർത്തി. പക്ഷെ എങ്കിലും എല്ലാവരും പഴയ ഓർമ്മയിൽ അവനോട് ആരും സാധാരണയില്ല. ഇതറിഞ്ഞ ഞാൻ എന്നെ നോക്കി, ഞങ്ങളവിടെ ക്രിസ്മസ് പ്രോഗ്രാമൊക്കെ നടത്തിയപ്പോ എന്നെ കാണുമ്പോൾ പുള്ളിക്കാരൻ്റെ ചെറിയ കാരണം ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു.
അപ്പൊ എനിക്കും ഭയമുണ്ട്. പരിചയമില്ലാത്ത നാടാ. ആൾക്കാരുടെ കിഡ്നി കരളൊക്കെ ഫ്രൈ ചെയ്ത നരവരി നടന്നേരെ തൊട്ടടുത്താണ് പരിപാടി. അപ്പൊ എനിക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ ഫുള്ളൊരു ഭയം തോന്നി. ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ചു. പക്ഷെ എന്റെ മനസ്സിൽ ഈ മുഖം, നേരത്തെ സാറൊരു പാട്ട് പറഞ്ഞില്ലേ, ഇങ്ങനെ എപ്പോഴും കിടക്കുന്നുണ്ട്, രാത്രിയെ കുറഞ്ഞത് എന്റെ മുഖമാണ്. അപ്പൊ ആദ്യ ദിവസങ്ങളിൽ മാനുഷികമായിട്ട് എനിക്ക് തോന്നി ഭയമാണ്. പക്ഷെ ഭയമായിരുന്നു. ചില മുഖങ്ങൾ നമ്മൾ പരിചയപ്പെടുന്ന നമ്മുടെ ബന്ധുക്കളോ സഹോദരങ്ങൾ പുതിയ പരിചയം, ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് വരുമെങ്കിൽ ഉറപ്പിക്കുക, കർത്താവ് ആ വെളിച്ചത്തിന് വഴിതെളിക്കാൻ അവരോട് നമ്മൾ ഇടപെടണം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഓട്ടോ സ്റ്റാൻഡിൽ കാണുമ്പോഴൊക്കെ പേടി. ഈ ബൈക്ക്, ഇടയ്ക്ക് ബൈക്കില്ലായിരുന്നു, ബൈക്കിൽ ഞാൻ സ്കൂട്ടർ കൊടുത്തപ്പോ ഓട്ടോ വിളിച്ചാൽ നിങ്ങളെ സ്കൂളിലാണ് എപ്പോ ചെന്നാൽ ഈ ഓട്ടോ എവിടെ സ്റ്റാൻഡിലും കാണും. എന്നെ കാണുമ്പോൾ ഒരു ചെറുപ്പം നോട്ടോ. പക്ഷെ ഈ മുഖം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഈ പൊട്ടനിലൂടെ നിന്നിലേക്കുള്ള വഴി എനിക്ക് തെളിക്കണം. സാധ്യതയില്ലാത്ത സ്ഥലം പതിയെ പതിയെ സ്നേഹബന്ധമായി വളർന്നു. ഈ തിങ്കളാഴ്ച അവന്റെ വീടിന്റെ കത്തോളപ്പാണ് ഞാനാണ് പ്രാർത്ഥിക്കുന്നത്. വിശ്വാസിയൊന്നും അവന്റെ കൂട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അപ്പനും വിലക്കേ ഉള്ളൂ. അവൻ വിശ്വാസിയല്ല, പെന്തക്കോസ്തലോട് താല്പര്യവുമില്ല. പക്ഷെ കട്ടള ഞാൻ മനഃപൂർവ്വം എന്റെ വീടിന്റെ ഷിഫ്റ്റിങ് 2-3 ദിവസം അവനെ വിളിച്ചു. അവൻ പറഞ്ഞു വേറെ ആരെയും വിളിക്കേണ്ട വാസന. ഞാൻ ഭയപ്പെട്ടാണ്. വിശ്വാസത്തിലേക്കും പ്രാർത്ഥനയ്ക്കൊന്നും വന്നില്ല. നമ്മുടെ ഉള്ളിലിന്റെ വെളിച്ചം മറ്റൊരുവിലേക്ക് പകർന്നു കൊടുക്കുവാൻ ആഗ്രഹിച്ചാൽ മതി. ക്രൂസിൽ കിടന്ന് കർത്താവ് വേദനിച്ചത് നമുക്ക് വേണ്ടി, ജ്യോതിയാന്റിക്ക് വേണ്ടി, ജിജുവിന് വേണ്ടി, സാറിന് വേണ്ടി മാത്രമല്ല. ഈ ലോകം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകത്തെ മുഴുവൻ ദൈവം സ്നേഹിച്ചു. അപ്പൊ നമ്മുടെ ഉള്ളിൽ വെളിച്ചം വന്നിട്ടുണ്ട്. ആ വെളിച്ചം ഈ പറയെങ്കിൽ വിളക്കറിച്ച് നമ്മൾ ആ വെളിച്ചത്തെ ഒതുക്കി വെച്ച് ഈ ഇരുളാകുന്ന ലോകത്ത് നമ്മൾ മറ്റെന്തിനേക്ക് വേണ്ടി ഭാരപ്പെടാതെ ആ വെളിച്ചം ഒന്നും പകരുക. ഞാൻ ഈ 2 ദിവസം അവനെ വിളിച്ചു. അവന് ഓട്ടോ ഇല്ല, അവന്റെ വണ്ടി ആരും വിളിക്കില്ല. വീട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പലരും ഞാൻ രണ്ട് വിളിച്ചു. ഒരു ഓട്ടോയിലൊക്കെ ഈ ദിവസങ്ങളിൽ വളരെ അടുത്തപ്പോ ഇന്നലെ ലാസ്റ്റ് ഒപ്പ് കൊണ്ടുവച്ചു. അവൻ പറഞ്ഞു 600-700 രൂപ മിനിമം മേടിക്കണ്ടേ, 1000 രൂപ വരെ മേടിക്കണ്ടേ, എന്റെ നമ്മൾ 300 രൂപ വെച്ചാൽ മേടിക്കുന്നത്. എനിക്ക് സാമ്പത്തികമായിട്ട് ടൈറ്റ് ഉണ്ടെന്ന് പുള്ളിക്ക് അറിയില്ല. നമ്മളവിടെ വലിയ പുള്ളിയെ പോലെയൊക്കെ നടക്കുക അതൊന്നും. പക്ഷെ അവൻ പറയുന്നത് വേണ്ട, 300 മതി. ഒരു പാപിയെ നമ്മൾ സ്നേഹിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റുള്ളവർ തല്ലിപ്പൊളി എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയവനെ നമ്മൾ കർത്താവ് അവരെ സ്നേഹിക്കുന്നു. ഒരു പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗം സന്തോഷിക്കും. ഇന്നലെ ലാസ്റ്റ് സാധനം കൊണ്ട് എല്ലാം സെറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് തിങ്കളാഴ്ച വീടിന്റെ കട്ടളോപ്പാ അതിവാരം വിളിക്കുന്ന എന്റെ പപ്പയും മമ്മിയും അവളുടെ വീട്ടുകാരും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഹിന്ദുക്കളാണ്, ഹിന്ദു ആചാരത്തിന് കട്ടളോപ്പാണ്. പാസ്റ്റർ ഒന്നൊന്ന് പ്രാർത്ഥിച്ച് കാണുമല്ലോ എന്ന് ചോദിച്ചു. തിരക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് തിരക്കുണ്ടായാലും മാറ്റി വെച്ച് ഞാൻ അവിടെ ആദ്യം കാണുമെന്ന് പറഞ്ഞു. കാരണം നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട, ഒരു ഹിന്ദു അമ്പലവിശ്വാസി അവൻ പാസ്റ്റർമാർക്ക് കവർ കൊടുക്കണമെന്നോ അറിയത്തില്ല. അപ്പൊ അതൊന്നും പ്രതീക്ഷിച്ചല്ല. എന്റെ മനസ്സ് നിറച്ച്, ചിലരൊക്കെ പറയത്തില്ല ഈ പാട്ടുകാരൊക്കെ എന്റെ മനസ്സ് നിറച്ച് നീയാണെന്ന് പറഞ്ഞാൽ എന്റെ മനസ്സ് നിറച്ചപ്പോ ഈ ദിവസങ്ങളിൽ അവനാണ്. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിലൊരു വെളിച്ചമുണ്ട്. ലോക സ്ഥാപനത്തിന് മുമ്പേ, യോഹന്നാന്റെ പ്രവാചകന്മാർ അരുളി ചെയ്തതിന് മുമ്പേ നമ്മെ കർത്താവ് വിളിച്ചു. ദൗത്യം ഏൽപ്പിച്ചു. എനിക്ക് തോന്നിയിരിക്കുന്ന നമ്മളിൽ ഭൂരിഭാഗം പേരുമൊക്കെ കർത്താവിന് വേണ്ടിയൊക്കെ കവലയിൽ നിൽക്കുന്ന ആൾക്കാരുമാണ്. വെളിച്ചത്തിന് വേണ്ടി വഴി തുറക്കുന്നു. എന്നാൽ നമ്മളിലേക്ക് ചിന്തിച്ചേക്കും നമ്മൾ എങ്ങനെയാണ് ഈ ലോക മനുഷ്യന്റെ ന്യായവും ദൈവഭക്തന്റെ ന്യായവും വ്യത്യാസം ഉണ്ടായിരുന്നു. യോഹന്നാനെ കുറിച്ച് വായിച്ചു, വ്യത്യസ്തനായിരുന്നു. യോഹന്നാനെ മരുഭൂമിയിൽ വളർത്തിക്കൊണ്ട് വന്ന ആ കൂട്ടത്തെക്കാളും വ്യത്യസ്തം. ഇരിപ്പിലും നടപ്പിലും പ്രസംഗത്തിലും കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട പ്രവാചകന്മാരെല്ലാം വ്യത്യസ്തം. അവന്റെ പ്രസംഗം വ്യത്യസ്തം. ഇന്നുവരെ സമൂഹം കേൾക്കാത്ത പ്രസംഗം, ആരും കാണാത്ത വേഷവിധാനം. യോഹന്നാനെ സംബന്ധിച്ച് വസ്ത്രം പ്രശ്നമല്ല. നാണം മറയ്ക്കുവാൻ ഒട്ടകരമോ മരുഭൂമിയിൽ കിട്ടി, അതെടുത്തു. യോഹന്നാനെ സംബന്ധിച്ച് സിറ്റിയിൽ കിട്ടുന്ന ഫുഡ് പ്രശ്നമല്ല. നമുക്കൊക്കെ ഫുഡ് പ്രശ്നമാണ്. ഹാലരിയ. യോഹന്നാൻ ജീവൻ കടന്നാൽ പോയി തന്റെ ദൗത്യം പൂർത്തീകരിക്കണം. മണ്ണ് വാരി തിന്നാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെട്ടുക്കിളിയും കാട്ടുകേരയും മരുഭൂമിയിൽ കിട്ടി. ജീവൻ കടന്നല്ലേ പറ്റൂ, ദൗത്യം പൂർത്തീകരിക്കണം. അങ്ങനെ യോഹന്നാൻ വ്യത്യസ്തനായി ചിന്തിച്ചു. ഈ ലോകത്തിന്റെ ന്യായം എന്തുവാണ്? ദരിദ്രരായ ആഹാരം പല ദിവസങ്ങളിൽ കഴിക്കാത്ത ഒരാൾക്കാർ നിൽക്കുമ്പോൾ അവരെ മുന്നിൽ കൊണ്ട് നമ്മൾ ബിരിയാണി കഴിക്കും. ആരും കഴിക്കത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് മറന്നു പോയില്ല. എന്നാലും അതിന്റെ പകുതി കൊടുക്കുക. ലോകത്തിന്റെ ന്യായം അതാണ്. എന്തുവാണ്?
പട്ടിണി എടുക്കുന്ന കുറച്ച് ദരിദ്രരായ കുഞ്ഞുങ്ങൾ തെരുവിൽ നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് ദിവസം ഞാൻ ഈ ഒരു തെറ്റ് ചെയ്തു. പക്ഷെ ഞാൻ തിരുത്തിയപ്പോൾ ഞാനൊരു ചായക്കടയുടെ മുന്നിൽ ചെന്നു പഴംപൊരി, ചായ ഞാൻ കുടിക്കത്തില്ല, എന്നോട് നമ്മൾ പരസ്യവും കഴിഞ്ഞിട്ട് എല്ലാവരും ചായ, ഞാൻ പഴംപൊരിയും കടിച്ചു നിന്നു. ആ റോഡിന് ഓപ്പോസിറ്റ് ഈ നാടോടികളും ആക്രമണം ആരുടെ കൊടുത്ത് രണ്ട് കുഞ്ഞുങ്ങൾ അവരിങ്ങനെ ഒന്ന് നോക്കും. നമ്മൾ ഈ കുഞ്ഞുങ്ങൾ എത്രയൊക്കെ ഉള്ളു. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് തിരിഞ്ഞു, അവർ കാണണ്ട, കൊതി വിടുമെന്ന് പറഞ്ഞു. അപ്പോഴെന്റെ ദൈവം എന്ന് ഓർമ്മിച്ചു, ഇത് ലോകത്തിന്റെ ന്യായം, അവരെ നോക്കി കഴിക്കരുത്. പക്ഷെ ദൈവമക്കളുടെ ന്യായം ക്രിസ്തുവിന് വഴി തെളിക്കുന്നവന്റെ ന്യായം ഒരു പഴംപൊരി മേടിച്ച് കുഞ്ഞുങ്ങൾ കൊടുക്കണം. അതാണ് നമ്മുടെ പട്ടിണി കിടക്കുന്നവന്റെ മുന്നിൽ നമ്മുടെ ചുറ്റുമുള്ള, ഞാനിത് പട്ടിണി ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞതല്ല, അനേകരിൽ പാപത്തിൽ കത്തി തീർന്നുകൊണ്ടിരിക്കുക. ഏത് നിമിഷവും കർത്താവ് വരും. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളൊക്കെ പാടി കർത്താവിനെ ഘോഷിച്ച് ഒരുങ്ങുകയാണ്. നമ്മുടെ ചുറ്റും അനേകര് തീയിലേക്ക്, നിത്യമായ തീയിലേക്ക്, കെടാത്ത കുഴിവുള്ള തീയിലേക്ക് വീഴുവാനായി അവരൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ മറച്ച് അവരുടെ വീട്ടിലേക്ക് പാട്ട് കേൾക്കാതെ നമ്മളെ കാണുമ്പോൾ പലരോടും അവർ പാപികളാണ്, നമ്മളെ കണ്ട് കുറ്റവും കുറവും പറയുന്നവരാണ്, നമ്മളെ നോക്കി സൂക്ഷിച്ച് നോക്കുന്നവരാണ്, നമ്മളെ കളിയാക്കുന്നവരാണെന്നൊരു മതില് നമ്മൾ തന്നെ കെട്ടിട്ടു. ഹല്ലേലൂയ. അങ്ങനൊരു മതില് കെട്ടി മതില്. കർത്താവ് എങ്ങനെയായിരുന്നു? മുഖത്ത് തുപ്പിയവനെയും താടിരോഗം പറിച്ചവനെയും മുൾക്കിരീടം അടിച്ച് കയറ്റിയവനെയും കുന്തം കൊണ്ട് ചങ്ക് പിറന്നെങ്കിൽ ക്രൂശിൽ അതിവേദനയിൽ കിടന്ന് പറഞ്ഞു, കർത്താവെ പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. കർത്താവ് കൊടുത്തൊരു മതിൽ അതാണ്. പക്ഷെ നമ്മളിപ്പോഴും നമ്മളെ പരിഹസിക്കുന്നവർ, നമ്മളെ കളിയാക്കി, നമ്മളെ കുറിച്ച് അപവാദം പറഞ്ഞവർ, അതല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനൊരു സാക്ഷ്യം ഞാൻ പറഞ്ഞു തരാം. സൗദി അറേബ്യയിൽ തടങ്കലിൽ കിടന്ന ഞാൻ റിയാദിൽ വെച്ച് മാനസാന്തരപ്പെട്ട ഒരു അവസ്ഥയിൽ എല്ലാവർക്കും സാക്ഷി അറിയാവുന്ന ആ റിയാദിൽ വെച്ച് ഞാൻ എന്റെ അമ്മയോടും അച്ഛനോടും വിളിച്ചു പറഞ്ഞു. ആദ്യം അച്ഛൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പലചരക്കുകളും നടത്തുക, വളരെ ആരോഗ്യവാനാണ്, എന്നെ ഹൈറ്റൊക്കെയുള്ള ഒരാളാണ്. ഞാനിങ്ങനെ രക്ഷപ്പെട്ടു, എന്നെ യേശു രക്ഷിച്ചു. അച്ഛനുമായിട്ടുള്ള അവസാനത്തെ ഫോൺ കോൾ ലൈഫില്. നീതുവിനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുകയാണ്, എന്നെ യേശു ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് സൗദി അറേബ്യയിലെ നിയമത്തെ കുറിച്ച് എന്നെ യേശു രക്ഷിച്ചു. ഞാൻ ഈ ബിൽഡിങ്ങിലെ വാട്ടർ ടാങ്കിൽ നാളെ സ്നാനപ്പെടുക. നീതുവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോടൊപ്പം ഈ വിശ്വാസത്തിൽ ഞാൻ നാട്ടിൽ ജീവനോട് വരുമെങ്കിൽ കർത്താവിന് വേണ്ടി തെരുവിൽ കിടന്നില്ല ഞാൻ ജീവിക്കുള്ളൂ. പക്ഷേ എല്ലാവർക്കും അറിയുന്നത്, അതിനൊക്കെ മുമ്പേ കർത്താവ് രഹസ്യമായി നീതുവിനെ സന്ദർശിച്ചിരുന്നു. ഈ നാട്ടിലേക്ക് വന്നപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ ഞാൻ ഇറങ്ങി. നീതുവിനോട് ഞാൻ തലേ ദിവസം പറഞ്ഞു, നീതു പറഞ്ഞ് വീട്ടിൽ വരരുത്, അളിയന്മാര്, ജ്യേഷ്ഠന്മാര്, അമ്മാച്ചന്മാര്, ഞാൻ മുമ്പായിരുന്ന RSS ഞാൻ നയിച്ചിരുന്ന ടീമിലെ സംഘം, അവരെല്ലാവരും, പിന്നെ എന്റെ കോൺട്രാക്ട് വർക്കില് ഞാൻ വലിയ കോൺട്രാക്ട് ബിസിനസ് ഫെയിലായാണ് ഗൾഫിൽ പോകുന്നത്. അതിൽ പാർട്ണർഷിപ്പ് വന്ന മുത്തുകാര് ഇവരെല്ലാരും കൂടി എന്നെ വെട്ടിക്കൊല്ലും, തല്ലിക്കൊല്ലും, പച്ചയ്ക്ക് വീട്ടിലേക്ക് വരണ്ടായെന്ന് പറഞ്ഞു. എനിക്ക് അവിടെ പോയി അടിക്കും മടക്കുന്ന സമയമില്ലല്ലോ. ഞാൻ നീതിനോട് പറഞ്ഞു, തിരുവനന്തപുരം എയർപോർട്ടിൽ വാ. അവള് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നു. ഞങ്ങൾ അവിടെ നിന്നിട്ട് എങ്ങോട്ട് പോകണം എന്ന് അറിയുന്നത്. എന്നിട്ട് അമ്മയെ ഒന്നും കൂടി വിളിച്ചു. കാരണം അപ്പനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോയി. എന്റെ വീട്ടിലെ 3-4 മുറികളുടെ ഒരു മുറി പൂജാമുറിയാണ്, ക്ഷേത്രങ്ങളെ തോൽപ്പിക്കുന്ന പൂജാമുറിയാണ്. എന്റെ കുടുംബ കോമ്പൗണ്ടിന് മുറ്റത്ത് മരിച്ചുപോയ വെച്ചുള്ള ക്ഷേത്രമാണ്. എന്റെ അമ്മ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിലെ പരദൈവങ്ങളെയും ഈ കുടുംബത്തിലെ ദേവീ ദൈവന്മാരെയും നിന്റെ അപ്പനെ അമ്മയും വിട്ട് നീ പോയ യേശുവിന്റെ പുറകെ പോടാ, നിങ്ങൾ മരിച്ചാൽ പോലെ. അത് അമ്മ എനിക്ക് ദേഷ്യം കൊണ്ട്, അമ്മയ്ക്കറിയില്ല. അമ്മ പറയുന്നത് കുടുംബദൈവങ്ങളെയും ക്ഷേത്രവും വിട്ട് ഞാൻ പോയ കുടുംബം ശപിക്കപ്പെട്ടു, കുടുംബം മുഴുവൻ തകർന്നു. എന്റെ അമ്മ നാളെ വൈകിട്ട് ഈ ഞായറാഴ്ച എനിക്കൊപ്പം ആരാധിക്കുവാൻ ഇലന്തൂരേക്ക് വരാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്റെ അപ്പൻ എന്തെങ്കിലും മരിച്ചാൽ അമ്മ ചൂരുമായി വീട്ടിന്റെ മുറ്റത്തിരിക്കുമെന്ന് പറഞ്ഞു. മാമൂജി എന്നെ ചിലരെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് മുതൽ എന്റെ അമ്മയെ ത്യാഗിയില്ല. എന്റെ ഫോൺ കോളുകൾ 4-5 വർഷം എടുക്കാത്ത എന്റെ അച്ഛനെന്നെ ശപിച്ചില്ല. കർത്താവിന്റെ വിരോധിയായിരുന്ന ഒരു പഴയ ശബരിനെപ്പോലായിരുന്ന ഞാൻ എല്ലാ ദിവസവും രാത്രി നീതുവും കുഞ്ഞുങ്ങളും ഉറങ്ങുമ്പോൾ അല്പസമയം മുട്ടുമേലിരിക്കും, കർത്താവെ എന്റെ അപ്പനും എന്നെ മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം ഒരു പായൽ ഉറങ്ങിയിരിക്കണം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. അസാധ്യങ്ങളില്ല. നമ്മൾ ചിന്തിക്കും അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. മരിച്ചില്ലേ, അടക്കപ്പെട്ടില്ലേ, 4 നാളായില്ലേ, നാറ്റം വച്ചില്ലേ. എന്റെ തമ്പുരാന്റെ മുന്നിൽ അസാധ്യങ്ങളില്ല. നമ്മുടെ ആ വിശ്വാസം, അസാധ്യങ്ങളില്ല.
എന്തെങ്കിലും കർത്താവ് സാധിച്ചു തന്നില്ലെങ്കിൽ നമ്മുടെ നന്മയ്ക്ക്, നമ്മുടെ എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം വർഷങ്ങളോ മാസങ്ങളോ പഴകിയിട്ടും മറുപടി തന്നില്ലെങ്കിൽ ഒന്നുകിൽ കർത്താവിന്റെ സമയമായിട്ടില്ല, ഇല്ലെങ്കിൽ കർത്താവിന്റെ ഹിതമല്ല. അവന്റെ മുന്നിൽ അസാധ്യങ്ങളില്ല. എന്റെ അമ്മ എന്നെ 4-5 വർഷം ഫോൺ ചെയ്തിട്ട് ഫോൺ എടുക്കാത്ത അമ്മ. നീതോ ഞാനും വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ നമ്പറിൽ നിന്ന് വിളിക്കാൻ ഞാനാണെന്ന് അറിയുമ്പോൾ ഫോൺ എടുത്തെറിയുന്ന അമ്മ. പൂജാമുറിയിൽ പോയിരുന്ന് എന്നെ ഓർത്ത് വിലപിക്കുന്ന അമ്മ. എന്റെ അമ്മയുടെ കാലുകളിൽ വെരിക്കോസ് വെയിൻ വന്ന് നിറഞ്ഞ് ആലിന്റെ വേരുകൾ പോലെയായി. എന്റെ വീട്ടിൽ പൊങ്കാലകൾ ഇട്ട് തുടങ്ങി. കുടുംബക്ഷേത്രങ്ങളിൽ ഭയങ്കരമായ നേർച്ചകൾ തുടങ്ങി. തിരുവനന്തപുരം മുതൽ ഉള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നേർച്ച. എന്തെല്ലാം ചെയ്തിട്ട് അസുഖം മാറില്ല. കാലിൽ വെരിക്കോസ് വെയിൻ തിരികെ പൊട്ടാൻ നിൽക്കുക. ക്ഷേത്ര കിംസിലും മെഡിക്കൽ കോളേജ് സകല ഹോസ്പിറ്റലിലും പോയിട്ട് അമ്മയുടെ ഏത് നിമിഷം ഇത് പൊട്ടി മരിക്കുമെന്ന് പറഞ്ഞു. ക്ഷേത്രങ്ങളെല്ലാം എന്നോട് ഫോൺ ചെയ്തിട്ട് വർഷങ്ങളായി. ഒരു ദിവസം സന്ധ്യ നേരത്ത് ഞാൻ എന്റെ അമ്മയെ നാളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ വിഷയങ്ങളിലേക്ക് തിരിഞ്ഞത്. സോറി, എന്റെ അമ്മ എന്നെ വിളിക്കാറില്ല. ഒരു ദിവസം സന്ധ്യയ്ക്ക് എന്റെ അമ്മ എന്നെ വിളിച്ചു. 3 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചപ്പോ നീതുവിന്റെ ഫോണിൽ വിളിച്ചു. ഞാൻ ചോദിച്ചു അച്ഛൻ വിളിച്ചു പോയിക്കണം. അച്ഛൻ ഇടയ്ക്ക് കുറച്ച് സ്ട്രോക്കിന്റെ ലക്ഷണമൊക്കെ വന്നു. ഞാൻ അച്ഛന്റെ കാര്യം തീരുമാനമായി. ബോഡി കാണാൻ അങ്ങോട്ട് ഇന്ന് നാട്ടുകാർ തട്ടിക്കൊല്ലു. ദൈവമേ പണിയായിട്ട് ഞാൻ നീത് ഒരുക്കി അച്ഛന്റെ കാര്യം തീരുമാനമായിക്കണമെന്ന് പറഞ്ഞു. നീത് പേടിച്ച് വിറച്ച് ഫോൺ എടുത്തിട്ട് അവസ്ഥ കിട്ടാൻ അമ്മ പറഞ്ഞു അവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. നീതു ഇങ്ങനെ പേടിച്ച് പറഞ്ഞു, നിന്റെ പെറ്റ തള്ളേനെയും പപ്പേനെയും വിട്ട് നമ്മുടെ കുടുംബ ദൈവങ്ങളെ വിട്ടോ യേശു അത്ര വലിയവനാണെങ്കിൽ എന്റെ കാലിൽ വെരിക്കോസ് വെയിൻ നിറഞ്ഞു. എല്ലാം ക്ഷേത്രങ്ങളിലും പോയി തോറ്റു, ഹോസ്പിറ്റലിൽ തോറ്റ് കുറെ പണവും തീർന്നു. ഇത് മാറ്റിത്തരാം യേശുവിനോട് പറയുന്നു. അന്ന് രാവിലെ സൂര്യ ടിവിയിൽ 6:30 ഒരു പരിപാടി ഇട്ടില്ലേ, 6 മണിക്കും 6:30 സൂര്യ ടി വി ഇങ്ങനെ ദേവദാസന്മാരെ ശുശ്രൂഷ ചെയ്ത് യാദൃശ്ചികമായിട്ട് അമ്മ രാവിലെ ഉറക്കമില്ലാതെ അന്ന് രാവിലെ ടി വി ഇട്ടപ്പോൾ ഒരു കൂട്ടായ്മ നടക്കുന്നു. ഏതോ ഒരു ദൈവദാസൻ ആർക്കോ വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം. ഇത് അമ്മയുടെ മനസ്സിൽ വെല്ലുവിളി. എന്റെ അമ്മ എങ്ങനെ വെല്ലുവിളിച്ചു. എനിക്ക് ആരുടെയും വെരിക്കോസ് വെയിൻ പ്രാർത്ഥിച്ച് മാറ്റിയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഞാനും നീതും കൂടി ആ സന്ധ്യ മുതൽ അന്ന് അത്താഴം കഴിച്ചില്ല. ഞാൻ അത്താഴം കഴിച്ചില്ല. കുഞ്ഞുങ്ങളെ ഉറക്കി ഞാനും നീതുവും കൂടി കുറ്റൂരെന്നുള്ള കലിശ്ശേരിക്കടുത്ത് ഞങ്ങൾ അവിടുന്ന് കരഞ്ഞു തുടങ്ങി. കർത്താവ് ഇതൊരു അവസരമാണ്. എന്റെ ദൈവം അത്ഭുതം ചെയ്ത് ഇതൊരു അവസരം. 4 വർഷമായി എന്റെ കണ്ണുനീര് ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചു. 11-11:30 ആയിക്കണം നീതു ആ പായിക്കണം ഉറങ്ങി. എനിക്കൊരു 3 മണി ഒരു ഓർമ്മയില്ല. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് അമ്മയുടെ കോൾ പിന്നെയും വന്നു. ഞാൻ എടുത്തപ്പോൾ അമ്മ പറഞ്ഞു ഭയങ്കരമായി കരയും അമ്മ. ഞാൻ പിന്നെയും ഭയപ്പെട്ട് അച്ഛൻ അടിച്ചു പോയത്. അമ്മ പൊടിയുടെ കരയുക. എന്റെ കാല് കരയുന്നത് ഒരു അടയാളം പോലും ഇല്ലാതെ സൗഖ്യം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. നമ്മുടെ പ്രാർത്ഥന അനേകരുടെ വഴിയാണ്, ക്രിസ്തുവിലേക്കുള്ള വഴി. നമ്മുടെ കുടുംബത്തിലോ ചാർച്ച നമ്മെ എതിർക്കുന്നവരോ പരിഹസിക്കുന്നവരോ കേസ് കൊടുത്തവരോ നമ്മളെ പുറത്താക്കിയവരോ പുച്ഛിക്കുന്നവരോ അവരെ ഓർത്തിട്ട് നമ്മൾ ഒറ്റപ്പെട്ട് ഈ സന്തോഷമാസം പ്രാർത്ഥിക്കും. കരഞ്ഞുകൊണ്ടേയിരിക്കും, മുട്ടിക്കൊണ്ടേയിരിക്കും. എന്റെ അമ്മ പെങ്ങളെയും കുടുംബത്തെയും സകലം ഉപേക്ഷിച്ച് എന്റെ കൂടെ വരുവാണ്. എന്റെ അച്ഛന് പാലസിലായി. അമ്മ രക്ഷിക്കപ്പെട്ടു. എന്റെ വീട്ടിലെ പൂജാമുറിയും വിഗ്രഹങ്ങളും നിലവിളക്കും എല്ലാം ഇത്തിക്കര 6 കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന കളിക്കും. ആരും ഞാൻ ചാക്കിൽ കൊണ്ടൊഴുകി. ഇതെല്ലാം ചാക്കിൽ കെട്ടി. അതാണ് ഒരു മനുഷ്യൻ ദൈവത്തെ രുചിച്ചറിഞ്ഞവന്, രുചിച്ചറിഞ്ഞവർക്ക് പിന്നെ ഭയമില്ല. ഇത്തിക്കര ആറ്റി ചാക്കിൽ കൊണ്ടൊഴുകി. ഇന്ന് എന്റെ വീട്ടിൽ പൂജാമുറിയില്ല. എന്റെ അച്ഛൻ ശക്തമായി എതിർത്ത് തുടങ്ങി. ദൈവനാമ മഹത്വത്തിനോടെ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് പെട്ടെന്ന് കളയിൽ നിന്നപ്പോൾ എന്റെ അച്ഛൻ പെട്ടെന്ന് സ്ട്രോക്ക് വന്നു. ഒരു സൈഡ് പാരലൈസ്ഡായി, വീൽ ചെയറില്ല. എന്റെ മോൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം എന്ന രീതിയിലേക്ക് എന്നെ കൊല്ലാൻ നടന്ന അച്ഛൻ മാറി. നാളെ കൊണ്ടുവരും. ഈ ഞായറാഴ്ച വൈകുന്നേരം ഒരുമിച്ച് ഞങ്ങൾ ആരാധിക്കും. സാധ്യമാക്കുന്ന ദൈവം, വഴികളെ തുറന്നു തരുന്ന ദൈവം. ആ കർത്താവിന് വേണ്ടി തെരുവിൽ പോയി നിന്ന് യാതൊരു പ്രതിഫലവും എന്റെ അവസ്ഥകളൊന്നും നോക്കാതെ ഈ സുവിശേഷം വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നാം ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നമുക്ക് അനേകരുടെ വഴി തുറക്കുക. എങ്ങനെ സത്യം ഒന്നാൻ പറ്റും? ചുറ്റുമുള്ള നമ്മൾ കാതോർത്ത്, ആത്മാവിലൊന്ന് കാതോർത്തൊക്കെ നമ്മുടെ ചുറ്റും നിലവിളിയാണ്. ഓരോ പാപികളുടെയും ഉള്ളിലിരുന്ന് നിത്യ മരണത്തിലേക്ക്, നിത്യ അഗ്നിയിലേക്ക് പോകാൻ ആത്മാക്കളുടെ രോദനം നമുക്ക് കേൾക്കാം. ഇത് കേട്ടിട്ട് ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ട് അന്ത്യകാല അഭിഷേകം പാടി ആരാധിക്കുന്ന വെളിച്ചമല്ല നമ്മുടെ ഉള്ളിലിരിക്കുന്നത്.
അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ഇതൊരു ദൂതായിട്ട് ഏറ്റെടുത്ത് ഈ ദിവസങ്ങളിൽ ഈ സഭയുടെ ആരാധനയുടെ മധ്യത്തിൽ പലരും നമ്മുടെ എഴുന്നേറ്റ് സാക്ഷ്യം പറയണം. ഇന്നയാള് മാനസാന്തരം കണ്ടു, ഇന്നയാള് കർത്താവിനെ അറിഞ്ഞു. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ദൈവം തന്റെ നാദം അതിശയകരമായി കൊടുക്കുന്നു. ദൈവത്തിൽ പറയുന്നു, അതിശയകരമായി കൊടുക്കുന്ന മഹാകാര്യങ്ങൾ ചെയ്യുന്നു. ആ വചനമാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. ആ വചനമാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. അന്യൻ ദൂരെ മാറ്റി നിർത്തിയെങ്കിൽ ആ വചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. മഹാകാര്യങ്ങൾ ചെയ്യുന്ന വചനം, അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, ആശ്ചര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം. ഇപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട് അനേകർക്ക് വഴി തുറക്കും. അല്ലെങ്കിൽ ഇതൊരു നിക്ഷേപം. ഇത് പ്രത്യേകിച്ച് ഒരു പാസ്റ്റർ, ഞാൻ അലക്സിസ് സാറിനെ പരിചയപ്പെടും. ഞാൻ സാറിനെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു ഒറ്റ കാര്യം, വേറെ സാറ് മറ്റു കാര്യങ്ങൾ ഇത് സാറിനെ കൂടുതൽ പറയല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പാസ്റ്റർമാരാണ് സാറ്. ഞാൻ ആ വേട് ഇരിക്കുന്ന എല്ലാവരും, കുഞ്ഞുങ്ങളും സഹോദരന്മാരും അപ്പച്ചന്മാരും എല്ലാം ദൈവവിലേക്കാണ്. കർത്താവ് ആഗ്രഹിച്ചാണ്. അല്ലാതെ ഒരു പാസ്റ്റർ 100 ആടുകൾ, ഈ 100 ആടുകൾ പെടുത്തി പാല് കാട്ടപ്പാലിനൊക്കെ ഭയങ്കര വിലയാണ്. ബാക്കി പശുപ്പാലിന് 60 രൂപ, മറ്റേ 150-200 രൂപ. ഈ ആടുകളെല്ലാം കറന്ന് ഞാൻ മാത്രം രാജാവ് കർത്താവ് ആഗ്രഹിച്ച ആടുകൾ പ്രസവിക്കുന്ന ഇടയനൊരു പുരുഷനുണ്ട്. ഇടയൻ മെയിലാണ്. ഈ പുരുഷന്റെ ഇതിൽ വടി നീളമുള്ള കോലുമുണ്ട്, ആടുകളെ നോക്കാനുള്ള അമാൻസുമുണ്ട്. പക്ഷെ പ്രസവിക്കണമെങ്കിൽ തള്ളയാടുകൾ വേണം. നന്നായിട്ട് ഫുഡും കൊടുത്ത്, നല്ല ഭക്ഷണവും പച്ചപ്പൂൽ മേടുകളും കൊടുത്ത്, സ്വസ്ഥതയുള്ള വെള്ളത്തിന് ഇടയ്ക്കെടുത്ത് ഇങ്ങനെ തീറ്റി പോകുന്നതിന്റെ പിന്നിൽ 10 ആട് 50 ആവണം, 50 ആട് 100 ആവണം. ആട് പ്രസവിക്കുന്ന സിസ്റ്റം. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആടുകളാണ്. നമ്മളിവിടെ ഒരുപാട് പേര് ഇത് ഏറ്റെടുത്താൽ, നിങ്ങളിത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ തയ്യാറായി ഞാൻ ഉറപ്പ് തരും. എന്റെ ജീവിത അനുഭവമാണ്. ഈ സഭയിൽ സാക്ഷ്യം മുഴങ്ങി. ജ്യോതിയാനി ദേവസ്വം നമ്മളെല്ലാവരും ഓരോരുത്തരും പറയും, ഞാൻ ചെന്ന് എന്നെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് വേണ്ടി കുറെ ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രയും നാളും ഇഷ്ടമില്ലാത്തൊരു ബന്ധുവിന് വേണ്ടി, സുഹൃത്തിനായിട്ട് ഞാനിന്ന് പ്രാർത്ഥിച്ചു. 10 ദിവസം പ്രാർത്ഥിക്കും, 11 ഓട്ടോമാറ്റിക്കായി എല്ലാവരും. എനിക്ക് എന്നെ തല്ലുമെന്ന് പേടിച്ചൊരാളുണ്ട്. അതിലെന്തോരം മാർക്കറ്റ് ജംഗ്ഷനിൽ ജ്യോതിയാനിയൊക്കെ പച്ചക്കറി മേടിച്ച കടയുടെ ആ 3ാമതിരിക്കുന്ന എല്ലാവരും പറഞ്ഞു പരസ്യം. അപ്പൊ 3